എല്ലാവർക്കും എന്റെ നമസ്കാരം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു കുക്കിംഗ് ചാലഞ്ച് ആണ്. മമ്മി ഞാൻ കൂടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും വലിയ സംഭവമാണ്. പക്ഷെ അല്ല. ഞാൻ പറയാം. എനിക്ക് ഉപ്പുമാവ് കഴിക്കണം എന്ന് പറയും. ഞാൻ കുറെ നാളായി ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട്. അത് മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഞാനാണ്. കാരണം ഞാൻ നമ്മള് ഏതൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അച്ഛന് ഉപ്പുമാവ് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇന്ന് ഞാൻ കഴിക്കാൻ പൊട്ടേറ്റോ ഉണ്ടാക്കാം, മമ്മി എനിക്ക് ഉണ്ടാക്കി തരണ്ട, ഞാൻ ഉണ്ടാക്കാം. അതെന്നെ ശരിയാക്കി ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോ ഇതാണ് അത്ര വലിയ സംഭവം. പക്ഷെ എനിക്ക് സംഭവമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഞാനിപ്പോ വെക്കേഷൻ ആയതുകൊണ്ട് എനിക്ക് തോന്നി ഇങ്ങനെ കുക്കിംഗ് എന്തെങ്കിലും കുറച്ചൊക്കെ അറിഞ്ഞിരിക്കുന്ന വിചാരിച്ചിട്ട് അങ്ങനെയാണ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ ഞാൻ ഡേ ബൈ ഡേ ഉണ്ടാക്കാൻ പഠിക്കുന്നതായിരിക്കും. അപ്പൊ എനിക്ക് പൊട്ടാറ്റോ ഫ്രൈ ചെയ്തത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് പൊട്ടാറ്റോ അരിയാൻ അറിയില്ലല്ലോ എന്ന്. അതേ സത്യമാണ്. അപ്പൊ ഇപ്പോഴാണ് ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തന്നെ തുടങ്ങിയത്. അപ്പോ നൂഡിൽസ് ഒക്കെ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം, ലൈം ജ്യൂസ് അറിയാം, പക്ഷെ ഇത് എനിക്കറിയില്ല. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവം നമ്മള് പഠിക്കണല്ലോ. അപ്പൊ ഞാൻ വിളിച്ചു മമ്മീന്റെ ഉപ്പുമാവ് നമുക്ക് ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കുമ്പോ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളങ്ങനെ വിട്ടുകൊടുക്കരുത്. അതെ, വിട്ടുകൊടുക്കരുത്. നമുക്ക് കഴിവുകളുണ്ട് കുക്കിങ്ങില്. അപ്പൊ അത് നമ്മള് ആ കഴിവുകളിൽ കാണാം നമുക്ക്. ഉണ്ട്. അപ്പൊ അത് നമ്മൾ തെളിച്ച് കാണിച്ചു കൊടുക്കണ്ടേ? നമ്മൾ എങ്ങനെ കളിയാക്കൊന്നും വേണ്ട. അല്ല ഈ പൊട്ടറ്റോ എങ്ങനെ ഒരു കഴുകണോ ആദ്യം? ഇത് കഴുകുവോ? ഇല്ലല്ലേ. നമുക്കിതൊന്നും അരിയാം. ഇതിന്റെ തോല ആദ്യം പറിച്ചെടുക്കണല്ലേ? അല്ല അങ്ങനെയല്ല. അയ്യോ അവിടെ തന്നെ ഉണ്ട്. ഇങ്ങോട്ട് വാ, ഞാൻ ചെയ്തോളാം. കേട്ടല്ലോ ഇരട്ടിപ്പണിയാ. വാ ഇവിടെ ചെയ്. എനിക്കറിയാട്ടോ, എന്നെ പഠിപ്പിക്കണ്ടോ? ശരി ചെയ്യുന്ന നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ആർക്കും നമുക്ക് ശല്യം ഉണ്ടാക്കാൻ പാടില്ല. ഈ മമ്മിയുടെ 100 കൂട്ട ഉപദേശം നമുക്കിതിൽ കാണാം. നീ പൊട്ടത്തരം ചെയ്യണത് നീ അതുപോലെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിനക്ക് ഉപദേശം തരുന്നത്. അച്ഛ അങ്ങനെയല്ല കാണിക്കേണ്ടത്. എണീറ്റ് നിന്നേ. ഇനിയിപ്പൊ കണ്ടോട്ടോ വേറെ പട്ടിച്ചോട്ടാവും എല്ലാം അറിയാന്നുള്ളൊരു ഭാഗത്തിലാണ് നിൽക്കണ്ടാവുക. മമ്മ എനിക്ക് ഇങ്ങനെ ചെയ്യാറിയുള്ളൂ, ഞാൻ ഇങ്ങനെ ചെയ്യാം. എങ്ങനെ ഇതെങ്ങനെ അരിയാ? ഇങ്ങനെ തന്നെയാണ് എല്ലാ അമ്മമാരും അരിയാ. ഇതിപ്പോ നേരെ വെളുക്കും. അത് കൈ പിടിക്കും. ഞാൻ ഈ കത്തി വെച്ചിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ ആദ്യമായിട്ടാ. എനിക്ക് പേടിയുണ്ട് എന്റെ കൈ മുറിയും. ഞാൻ ചെയ്തോളാം. പിന്നെ നിങ്ങൾ പറയും ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ അരിയാ? കൈ പിടിക്കുന്നേ. എനിക്ക് പേടിയാ, കൈ മുറിയും. ഇവിടെ വെച്ച് ചെയ്യാം, അപ്പൊ കൈക്കൊരു കുഴപ്പമുണ്ടാവില്ല. എന്തുട്ടേലും കാണിക്കും. ഞാനൊരു പ്രാവശ്യം നിനക്ക് കാണിച്ചു തരട്ടെ, നീ അതുപോലെ ചെയ്യോ? എനിക്കറിയാം മമ്മിയെ. എന്നാ അങ്ങനെ എന്ന് പറ. അങ്ങനെയല്ല, ഞാൻ നിനക്ക് കാണിച്ചു തരാം. എനിക്ക് പേടിയാ മമ്മി പറഞ്ഞ കൈ വെച്ച് അരിഞ്ഞെടുക്കാനോ. പക്ഷെ എല്ലാം അറിയുന്ന ഒരു മാഡം ഇപ്പൊ അത് അരിഞ്ഞു കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഗ്യാസ് ഓഫ് ചെയ്തോളൂ. എല്ലാം അറിയാട്ടാ. എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് ആണ് കേട്ടോ. അതെ, ഒക്കെ അറിയുന്ന ഒരു ഷെഫ്. ഷെഫിനെല്ലാം അറിയാം. ഇതെന്നല്ല ഞാൻ മമ്മി നേരത്തെ ചെയ്തത്. എനിക്ക് പേടിയാണ്, കൈ മുറിയും. നമുക്ക് ഫസ്റ്റ് ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പൊ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. മമ്മിക്ക് അത് പറ്റില്ല. അതിന് ആരെ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞേ? ഞാൻ നിനക്ക് കാണിച്ചു തന്നല്ലേ, നിനക്ക് കാണിച്ചു തരാനും പറ്റില്ല. ഞാൻ ചെയ്തോളാം എന്നല്ലേ? അതായത് ഞാൻ ചെയ്യണൊക്കെ തെറ്റാ. തെറ്റെന്നല്ലേ? ഒക്കെ ഞാൻ ചെയ്തു. അടിപൊളിയായിട്ട് ഇതേ താഴെ കിടക്കണം. അത് പറക്ക അവിടുന്ന്.
പറക്ക് പറക്ക്. ഇവിടെ 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 എനിക്കറിയില്ല. പറക്ക് പറക്കിയ. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ അമ്മമാരെന്നുള്ള ഒന്ന് കമന്റ് ചെയ്തിട്ടോ. എന്റെ മമ്മി അങ്ങനെയാണ്. കിച്ചൺ ഫുള്ള് നീറ്റ്, കിച്ചണിലല്ല എല്ലാ കാര്യം നീറ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഓ പറയില്ല ഞാൻ. ഇതെന്താണത്? ആ അത്രേ ഉള്ളൂ. ഇനി എന്താ ചോദിച്ചാൽ എനിക്ക് സത്യമായിട്ട് അറിയില്ല. നമുക്ക് ഇങ്ങനെ നീളനെ അരിഞ്ഞിട്ട് ഇതില് ഉപ്പും. ഇനി അത് കഴുകൊന്ന്. ഇത് കഴുകണം നീ. അപ്പൊ ഇത് എന്താ പറയുന്നത് എനിക്ക് തോന്നുന്നു. ഇതിനി കഴുകിയിട്ട് നമ്മള് വട്ടന അരിയ. വട്ടന അരിഞ്ഞ് അതിന് മുന്നേ ഒരു കാര്യം ചെയ്യാണ്ട്. കുറച്ച് നല്ലോണം കഴുകിയില്ലേ? കഴുകി. ഇനി ഒരു കാര്യം ചെയ്യാം. അതൊരു പാത്രത്തില് വെള്ളത്തിലിട്ടേക്ക് 2 മിനിറ്റ്. അതെന്തിനാ? അത് ഞാൻ പറഞ്ഞുതരാം എന്തിനാന്ന്. മമ്മി ഞാൻ എന്റെ സ്റ്റൈൽ നിക്ക് ഉണ്ട്. വെള്ളത്തിലിട്ട് വെക്കി. ഇട്ട് വെക്ക കാര്യണ്ട്. ആ പാത്രം എടുത്തോ. ഇല്ല. വീഡിയോ ഇതിലിട്ട ചമ്മിയാ. വെള്ളം ഒഴിച്ചിട്ട് ഇട്ട്. കഴുകിയിട്ട് എടുക്കാട്ടോ. അതാണ് നല്ലത്. അപ്പൊ അതിന് വെള്ളം എടുക്ക്. വെള്ളം എടുക്കണല്ലേ? ഇത്ര മതിയാവോ? മതി മതി. അയ്യോ അതായത് മുങ്ങി കിടക്കണ്ടേ? കിടക്കണല്ലേ? പൊട്ടാറ്റോ സ്വിമ്മിംഗ് പൂളിലാ മുങ്ങി കിടക്കാൻ. ചെല്ല്. ഇനി നമ്മള് ഞാൻ പറഞ്ഞുതരാം. നീ അത് അവിടെ കിടന്നോട്ടെ. ഇനി നീ ആ പൊട്ടാറ്റോയുടെ തോല് ആ വേസ്റ്റ് ബിന്നിലേക്ക് ഇട്. എന്താണ് എന്തോ ഇങ്ങനെ? എന്റെ കുക്കിംഗ് ചാലഞ്ച്. മമ്മിയുടെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോ ഞാൻ എന്തെങ്കിലും പറയാൻ വരുമോ? നീ പറയാൻ വരണ്ട. ഞാൻ ഉണ്ടാക്കിക്കോളാം. അത് ആദ്യം കഴുക്. പതുക്കെ കഴുക് കേട്ടാ. എനിക്കറിയാട്ടാ ഇതൊക്കെ ചെയ്യാൻ. ഇതെന്തത്? അത് കുഞ്ഞു പിള്ളേരോട് പറയാൻ പോലെ എനിക്ക് ചെയ്യാനൊക്കെ അറിയാം. ഞാൻ +2 ഓവറായി. ഔ കഴുക്. അത് കഴുക്. ഞാൻ ചെയ്യും. ക്ഷമിക്കുക. കൈയ്യടി എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും സ്ഥിരം കാണുന്നതാണ്. എന്റെ മമ്മി എന്തിനാലും പോയി കൈയ്യടിക്കും. അപ്പൊ അത് കഴുകി. ഇത് കഴുകണം. കഴുകുമ്പോ നോക്കി കഴുക്. കൈ മുറിയണ്ട. അത് സോപ്പിട്ട് കഴുകൊന്നും വേണ്ട. അച്ചോ വെറുതെ ഒന്ന് കഴുകിയാ മതി. വെറുതെ കഴുകിയാ മതി. അതിലൊന്നുമില്ല. പൊന്നോ കഴുകാൻ പറഞ്ഞത് കുടുങ്ങി. ഇനി അത് തുറന്നിട്ട് മുകളിൽ വെക്കി. എടുത്ത സാധനം എടുത്തു കൊടുത്ത് വെക്കി. അത് അപ്പൊ ഞാൻ പറഞ്ഞത് അത് ഇരിക്കുന്ന സ്ഥലം അപ്പൊ പറഞ്ഞത് തുറക്ക്. ഏറ്റവും ലാസ്റ്റ് ഡ്രോ തുറക്ക്. ഇവിടെ ഇത്രയും ഡ്രോ ഉണ്ട്. അല്ല ഇത്രയും ഷെൽഫ് ഉണ്ട്. ഇതാ ഇത്രയും ഡ്രോ ഉണ്ട്. ഇതിൽ എവിടെ വെക്കാനാ? ഏറ്റവും അറ്റത്തെ മുകളില് ഇവിടെയോ? മമ്മി മുകളില് എന്ന് പറയണം. ഷെൽഫിൽ വെക്കാൻ പറഞ്ഞ ഇവിടെ ഇത്രയും ഷെൽഫ് ഉണ്ട്. ഞാൻ ഏത് ഷെൽഫിൽ വെക്കാം? ഇനി അവിടെ ഇനി എനിക്കറിയാം. അതാവട്ടെ. എന്താവട്ടെ? അതാവാനൊന്നുമില്ല. അത് വെറുതെ അവിടെ കിടന്നോട്ട് വെച്ചിട്ട് വെറുതെ അത്രയും സമയം അത് അതിലുള്ള ചെളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കോട്ട് വെച്ചിട്ട്. ഇപ്പൊ അത് മണ്ണിന്റെ അടിയിലുള്ള ഒരു സാധനല്ലേ. മഞ്ഞപ്പൊടി ഇപ്പൊ തൽക്കാലം ഇട്ടിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അരിയണേക്കാൾ മുന്നേ ആ കട്ടിംഗ് ട്രേയിൽ എന്റെ ഉപ്പുമാവിനുള്ള സാധനങ്ങളുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് എടുത്തു വെച്ച ഉപകാരമായി. എന്താ അത് വേറെ പ്ലേറ്റ്. അപ്പൊ കുഴപ്പമില്ല ഇട്ടോ
ഇനിയിപ്പോ ഉരുളങ്ങാനും കട്ട് ചെയ്ത് വേറെ പ്ലേറ്റിലേക്ക് ഇടാൻ ഞാൻ ചെറിയ അത് കുറച്ചുള്ളൂ. അപ്പൊ ഞാൻ ചെറിയൊരു 10 ഇടാനായിരുന്നു ഉദ്ദേശിച്ചത്. അമ്മ പാത്രം അങ്ങനെ കുറെ കുറെ എടുക്കരുത്, കഴുകണ്ട ഞാൻ കുറെ ഉണ്ടാവും. അപ്പൊ അതിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാ. അമ്മയ്ക്ക് കുറെ സ്കിൽസ് അറിയാണ്ട്, ഇതൊന്നും അമ്മയ്ക്ക് അറിയില്ലേ. പഠിപ്പിച്ചു തരാൻ നീ ഉണ്ടല്ലോ. നമുക്കിത് അറിയാന്ന് തോന്നുന്നത്. സത്യം പറഞ്ഞത് ഇങ്ങനെ ചോദിച്ചാൽ എനിക്കത് മമ്മ ഒന്ന് അരിഞ്ഞു. എനിക്ക് പേടിയോ കൈ മുറി. എന്നിട്ട് അവർക്ക് വീഡിയോയിൽ പറയാൻ ഞാന് ഇത് കട്ടിയില്ല കേട്ടോ. അങ്ങനെയല്ല, അങ്ങനെയാ. നിനക്ക് എങ്ങനെ വേണമെന്നാ പറഞ്ഞേ? ഇങ്ങനെ അറിഞ്ഞാലേ റൗണ്ട് ഷേപ്പ്. എങ്ങനെ എങ്ങനെ അറിഞ്ഞാലേ റൗണ്ട് ഷേപ്പ് വരിക? ഇങ്ങനെ ഒറ്റയടിക്കറിയാ. അപ്പൊ അത് റൗണ്ട് അല്ലേ, അപ്പൊ അത് റൗണ്ട്. അങ്ങനെയല്ലേ, ഇത് എങ്ങനെയാ തിരിച്ചു പിടിക്ക്. എങ്ങനെയാ? ആ നടുകട്ടി. അങ്ങനെയല്ല നടുകട്ടിയുണ്ടത്, അങ്ങനെയല്ല നടുകട്ടിയുണ്ട്. മമ്മ ഞാൻ ചെയ്തോളാം. ഷോ, അത് വല്ലാത്ത കഷ്ടായില്ലോ. ഇത് ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞാ പോരെ? ഇവിടെ ഇങ്ങനെ അരിയാ, പിന്നെ ഇവിടെ ഇങ്ങനെ. അച്ഛ അത് വലിയതാവില്ലേ? നീ നടുകട്ടി. ഇവിടെ ആ കട്ടി. അങ്ങനെ ശരിയാവില്ല. അങ്ങനെ അല്ല അരിയണ്ടേ, ഇങ്ങനെ അരിഞ്ഞാ പോരെ? ദാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അരിയാ. അപ്പൊ റൗണ്ട് റൗണ്ട് റൗണ്ട്. അപ്പൊ വലുതാവില്ലേ കുട്ടി? എന്താ ഇങ്ങനെ കഴിക്കാണ്. എന്നാ ശരി, ഓക്കെ ഓക്കെ. എന്താ ചെയ്യണ്ടേ? നടുകട്ടി. ഇങ്ങനെയാ? ആ അപ്പൊ റൗണ്ട് ആയില്ലേ? ആ ഇനി അരിഞ്ഞാ മതിയില്ലേ? ആ എങ്ങനെയാ? പക്ഷെ അത് വഴുതാണേ. അത് വഴുതാതെ നോക്കണം. കനം കുറഞ്ഞിട്ട് അരിയിട്ടാ. നോക്കട്ടെ. എന്താ ഞാൻ അരിഞ്ഞോളാം. സൂം ഇത് കൊണ്ടുവരണ്ട. കട്ടി. പക്ഷെ അത് കനം കൂടി. അതെങ്ങനെ എനിക്ക് അറിയില്ല. ഇത് പിടിക്ക്, ഞാൻ കാണിച്ചു തരാം. അതല്ലേ പറഞ്ഞത്, ഞാൻ കാണിച്ചു തരാന്ന്. എല്ലാം അറിയാവുന്നത് ഭാഗത്തിൽ നൈസായിട്ട് ചൂളിൽ പോയി. അമ്മയ്ക്കിത് അറിയായിരുന്നല്ലേ ഞാൻ ചൂളുന്ന്. ആ അങ്ങനെ വെച്ചരിഞ്ഞാ കൈയൊക്കെ മുറിയും. മമ്മിക്ക് അങ്ങനെ വെച്ചരിയാൻ പേടിയോ? ഇനി ഞാനറിയാം. ഒക്കോ വേണ്ട, എനിക്കറിയാം. ഇനി ഞാനറിയേ. ഇപ്പൊ നോക്ക്, ഇത് നീ മമ്മി കട്ട് ചെയ്ത് കണ്ട. അങ്ങനെ കട്ട് ചെയ്യരുത് അല്ലേ? ശരിക്കും കൈ മുറിയോന്ന് പേടിയോ? ഞാൻ പതുക്കെ ചെയ്യേ കണ്ട. അവൽ തുമ്പ കൈ മുറിയില്ലേ? അത് ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കണം. കുഴപ്പമില്ല. ഇപ്പൊ തൽക്കാലം നീ അങ്ങനെ തന്നെ കട്ട് ചെയ്യും. ശരി, ഞാൻ കട്ട് ചെയ്ത് തരാം. വേണ്ട, എനിക്ക് കുറച്ച് പട്ടിക കാണിക്കണം വീഡിയോയില്. പിടിക്കാൻ അറിയാം. നോക്കിയിട്ട് നടന്നില്ലെങ്കിൽ മമ്മി ഇരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ തന്നെ പഠിക്കണം. അയ്യോ എങ്ങനെ പിടിക്കാം? അങ്ങനെ പിടിക്ക. ഇനിയിപ്പൊ അതൊക്കെ കൈ മുറിക്കരുത് കേട്ടാ. പേടിയാണ്. ഇതെങ്ങനെ പിടിക്കുക? അങ്ങനെ തന്നെ പിടിക്കേ. അങ്ങനെ പിടിച്ചു. അങ്ങനെ പിടിക്കരുത്, ഉള്ളില് പിടിക്ക് ടൈറ്റ് ആക്കിട്ട്. അതൊന്നും എനിക്ക് അറിയില്ലച്ചോ. ആ വരല എവിടെ വരികയെന്ന്. ഇതിപ്പോ ഡാൻസ് കളിക്കുന്ന പോലെയായിരുന്നു ഈ ഡൗട്ട് ചോദിക്കുന്നത്. ഈ മുദ്ര എവിടെ കാണിക്കണം, ഈ വിരൽ എവിടെ വരണം, ഈ കാലം എവിടെ വരണം? ബട്ടനെ വേണമെന്ന് പറഞ്ഞിട്ടല്ലേ. നീ ഇപ്പൊ ഒരു കാര്യം ചെയ്തോ, നീളനെ അരിഞ്ഞോ? നമുക്ക് പോയിട്ട് നീളനെ അറിയാം. നീ ബട്ടനെ അറിയാറില്ല, എനിക്ക് പേരാട്ടോ. നീളനെ ഇപ്പൊ അങ്ങനെയല്ല, കനം കുറച്ചിട്ടാക്ക്. ഇങ്ങനെ അരിഞ്ഞാ പോരെ? 1 2 ഇങ്ങനെ അരിഞ്ഞാ പോരെ? 3. എന്തിന് പെണ്ണാണത്? കണ്ടപ്പോ വീതി കൂടിയില്ലേ മോളെ?
അപ്പൊ മമ്മി എനിക്ക് അരിഞ്ഞു തന്നോട്ടോ. എനിക്ക് സത്യമായിട്ട് വരെ അറിയില്ല. നീലനെ അരിയാൻ കുഴപ്പമുണ്ടായിരുന്നു, പക്ഷെ വട്ടനെ അരിയാൻ എനിക്ക് പേടിയായിരുന്നു. അപ്പൊ മമ്മി മുന്നേ അങ്ങനെ തന്നെയായിരുന്നു എന്ന് മമ്മി പറഞ്ഞു. അപ്പൊ സാരില്ല, ശരിയായിക്കോളും. അപ്പൊ ഇനി ഇതിൽ നമുക്ക് എന്റെ ഒരു അറിവിൽ എങ്ങനെയാന്ന് വെച്ചാല് ഉപ്പ് വേണം, മുളക് പൊടി വേണം, കോൺഫ്ലവർ വേണം. മമ്മി കുറച്ച് കുരുമുളക് പൊടി ചേർക്കാറുണ്ട്. അതും ഇടാം. ഓക്കെ, അപ്പൊ നമുക്ക് അത് നോക്കാം. എടുക്ക, മുളകും പൊടി എടുക്കരുത്. ആ ചെറുതിലെടുക്കണ്ടേ? ആ, ഉപ്പ് എടുക്കുന്ന. ഉപ്പ് എവിടെ? ഉപ്പ് അതിലാണോ? ഉപ്പ് ആ ഭരണിയില്. സോറി സോറി സോറി. അല്ല മമ്മി ആദ്യം വാങ്ങിച്ചപ്പോ ഇതിലാണ് ഇട്ട് വെച്ചത്. അല്ല കേട്ടോ, ഉപ്പ് അതിലിട്ട് വെച്ചിട്ടേ ഇല്ല ഞാൻ. ഇത് എത്ര നാളായി എന്റെ കയ്യിലുള്ളത് ഈ ഭരണി. ഉപ്പ് അതില് വാങ്ങിച്ചിട്ട് എന്തോരം ഇട്ടുണ്ട് ഉപ്പ് നീ? എനിക്കറിയാം. ഇട് നോക്കട്ടെ, ആദ്യം കാണിച്ചിട്ട് ഇട്. ഇത്ര പോരെ? അത് പോരാ, കുറച്ചും കൂടി ഇടണം. ഉപ്പ് കൂടും. അത്ര വേണ്ട, ഇട്. വേണ്ട വേണ്ട, ഇത്ര. ഇട്ടോ. ഇത് കൂടൂട്ടാ. നീ ഇട് വെച്ചു. അങ്ങനെ ഇടൊന്നും വേണ്ട, എന്തായാലും അത് കൂട്ടി കുഴക്കണം. വീഡിയോയില് കാണിക്കുമ്പോ കുറച്ച് സ്റ്റൈലൊക്കെ അതൊന്നും വേണ്ട, എല്ലാവരും ചെയ്യുന്ന കാര്യം അത്. ഇനി ആ സ്പൂൺ അതിൽ തന്നെ വെക്ക്. ആ താഴത്ത് നിലത്ത് വെള്ളം കൊടുത്ത് വെക്കല്ലേ. ഓക്കെ, ഇനിയുള്ളത് ഇനിയിപ്പൊ അതവിടെ വെക്കണായിരിക്കും മാഡം. ദാ വെച്ചു. എടുത്ത സാധനം അത് പൊട്ടിക്കരുത് വെച്ചോ. കണ്ടില്ലേ? ഇനി എന്താ? കോൺഫ്ലവർ. കോൺഫ്ലവർ എവിടെ ഇരിക്കണ? ദേ മുകളില് ഫസ്റ്റ് കോഴിയുടെ മുകളിൽ തുറക്ക്. ഇതല്ലേ? മുളക് പൊടി എവിടെ ഇരിക്കണ? ഇതായിരിക്കണ. സ്പൂൺ എടുത്തോ. മുളക് പൊടി എവിടെ ഇരിക്കണവരാ? ആദ്യം തീർത്തിട്ട് എന്തിനാ മാറ്റി വെക്കണത്? ഇട് ഇട്, ഞാൻ പറയാം. കുറച്ചും കൂടി എടുക്ക്. ഇട്, കുറച്ചുകൂടി എടുത്തോ. മതി മതി മതി. ഓക്കെ, മതി. എന്തൊരു കഷ്ട നോക്ക്. അതിന്റെ 4 ഭാഗത്തെ തുടച്ചിട്ട് വെക്കിയത്. ഞാൻ പറഞ്ഞില്ലേ ഇവളെ അടുക്കളയിൽ കയറ്റി എനിക്ക് ഇരട്ടി പണിയാന്ന്. അതറിയാതെ വരണങ്ങോട്ട് കാണിച്ചേ. തുടച്ചിട്ട് ഞാൻ വെച്ചോളാം. അങ്ങനെയൊന്നല്ല, പിടിക്ക്. എന്റെ പൊന്നോ. മുളകും പൊടി, കാശ്മീരി ചില്ലി. അറിയാതെ എവിടെ ഇരിക്കണേന്ന് മമ്മി എടുത്തരേണ്ട ആവശ്യമില്ല. മണത്തോക്കെ മുളകും പൊടി. മമ്മിക്ക് അറിഞ്ഞൂടെ എനിക്ക് എന്ത് സാധനം കിട്ടിയാലും ഞാൻ മണത്തോക്കാറുണ്ട്. ഒന്നും കൂടി നല്ലോണം മണക്ക് മുളകും പൊടി. എനിക്കറിയാം എരിവ് വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. ഇട്, കുറച്ചും കൂടി ഇട്. കുറച്ചുകൂടി ഇട്ടോ. മമ്മി അധികം മുളക് വേണ്ടെന്ന്. ഇട്ടോ. എനിക്ക് ഇഷ്ടമല്ല. അതേ മുളക് ഉണ്ടാവില്ല. ഇനി മതി മതി മതി, ഇനി വേണ്ട. കുരുമുളക് പൊടി എടുക്ക്. കുറച്ചിട്ടാ മതി, എരിവ് വേണ്ട. എന്റെ മമ്മിക്കുണ്ടല്ലോ വലിയ ആളാട്ടോ. എടുത്ത സാധനം എടുത്തു കൊടുത്ത് വെക്കുക. ഇപ്പൊ ഞാൻ നേരത്തെ നിങ്ങൾ കണ്ടില്ലേ, അത് കുറച്ച് അതിന് മുകളിലൊന്നായി. അതിന് ഈ പറയുന്ന ആൾക്ക് കുരുമുളക് പൊടി ഏതാ, മീറ്റ് മസാല ഏതാ ഒന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ പറയും പെപ്പർ പൗഡർ പിന്നെ മീറ്റ് മസാല എല്ലാം എഴുതി വെച്ചിരിക്കുക. ഞാൻ കണ്ടിട്ടില്ല ഒരമ്മമാരും ഇങ്ങനെ എഴുതി വെക്കണം കേട്ടോ. ഇതെന്തായാലും സാരിയൊക്കെ പിന്നെ എല്ലാം അറിയുന്ന മട്ടിലാണ് കാണിക്കുക. ഹലോ, ഒരു മിനിറ്റ്, ഒരു കാര്യം ഞാൻ പറയട്ടെ. ആ സ്റ്റിക്കർ ഞാൻ അവിടുന്ന് മാറ്റിയിട്ട് നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? മീറ്റ് മസാലയും ചിക്കൻ മസാലയും എല്ലാം. എന്റെ കാര്യമില്ല പറഞ്ഞേ, ഞാൻ മമ്മിയുടെ കാര്യം പറഞ്ഞേ. അല്ല, എല്ലാ മസാല എല്ലാ മസാലകളും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് കേക്ക്, ഞാൻ പറയട്ടെ. കണ്ടിട്ടില്ല ഒരു വീട്ടിലും പെപ്പർ മസാല ഏതാ മീറ്റ് മസാല ഏതാന്ന് എഴുതി വെക്കണത്. പിന്നെ എനിക്ക് ഇങ്ങനെ പറയുമ്പോ പാവാൻ തോന്നും. പക്ഷെ എന്താ അറിയോ, എന്നെ ഇപ്പൊ കൊറേ ഓക്കിണ്ട് ഇവിടെ. എല്ലാ മസാലയുടെ കളർ ഒരേ കളറാണ് എന്റെ അച്ചുവോ.
പൊട്ടത്തിയെ മീറ്റ് മസാല ഏതാണെന്ന് തിരിച്ചറിയില്ല. ഇല്ല. മീറ്റ് മസാലയും ചിക്കൻ മസാലയുടെയും കളർ ഒരുപോലെയാണ്. ദേ സാമ്പാർ പൗഡർ ദേ മുകളിലിരിക്കുന്നു. സാമ്പാർ പൗഡറിന്റെ കളർ ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് തിരിച്ചു വെച്ചിട്ട് എന്താ ഇത് ഞാൻ പറയട്ടെ ഏത് മസാലയാണ്. ഇതാണ് സാമ്പാർ പൗഡർ. ഏത്? ഇത് സാമ്പാർ. അയ്യോ ഇത് മീറ്റ് മസാല. ഇത് രണ്ടും ഒരുപോലെ ഇരിക്കണ്ട ഏകദേശം. കളർ ഡിഫറൻസ് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞുതരാം. ചിക്കൻ മസാലയിൽ കുറച്ചും കൂടി ഡാർക്ക് ബ്രൗൺ ആയിരിക്കും. അതെ, രാവിലെ നേരത്തെ ജോലിക്ക് പോണ സമയത്ത് ഡാർക്ക് ബ്രൗൺ ഇവിടെ ലൈറ്റ് ബ്രൗൺ ആണ് നോക്കിയിരിക്കില്ലല്ലോ എനിക്ക് പണി. നീ എവിടെ കൊണ്ടുവച്ചേ എല്ലാം? മമ്മിയുടെ കൂടെ കണ്ടല്ലോ. ഈ കാര്യങ്ങളൊന്നും തീരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ പറ്റില്ല. ആ ശരി, ഇനി മിക്സ് ചെയ്യ്. എന്ത് മിക്സ് ചെയ്ത് ഞാൻ ഇട്ടിട്ടില്ല. കുറച്ചിട്ടാ മതി. നിനക്ക് എരിവ് കുറവ് മതി എന്നല്ലേ പറഞ്ഞേ? ഇത്ര നുള്ളു പോലെ നുള്ളു. മമ്മി ഇതൊക്കെ ഞാൻ ചെയ്യണത് കാണിക്ക, എല്ലാവർക്കും അറിയട്ടെ എനിക്കിതൊക്കെ ചെയ്യാറിയാവുന്നു. ശരി ഓക്കെ. ഇത് ഇനി കൈ വെച്ച് മിക്സ് ചെയ്താ പോലെ. ആ ഞാൻ കൈ വെച്ചാണ്. മുളക് പൊടി ഇല്ലേ? അതിനിപ്പോ എന്താ? അങ്ങനെ എരിവൊന്നും ഉണ്ടാവില്ല. കണ്ണിലേക്കാക്കിയ കണ്ണിലല്ല, ഇതെന്നെ മണക്കി പറ്റുന്നില്ല. ഇനി മൂക്ക് തുടക്കിയതുകൊണ്ട് ആ കുഴച്ച കൈ കൊണ്ട് മൂക്കും തുടക്കിയ. എന്താണ് അച്ചു? മസാല ഒന്ന് പിടിക്കാനുണ്ട്. ശരി, അത് മസാല പിടിക്കട്ടെ നല്ലോണം. എന്നെ കളിയാക്കുക കേട്ടോ. മമ്മി മാത്രം ഇത് എനിക്കും ചെയ്യാനൊക്കെ അറിയാം കേട്ടോ. നോക്കട്ടെ. എനിക്ക് എരിവ് കൂടുന്നാണ് തോന്നുന്നത്. എല്ലായിടത്തും മുളക് പൊടി ഉണ്ട് കണ്ടപ്പോ തന്നെ. അച്ഛോ അത് കാശ്മീരി ചില്ലിയാണ്, അധികം എരിവില്ലാത്തതാ. അത്യാവശ്യം മതി മതി, എരിഞ്ഞു തുടങ്ങും കൈ. 2 മിനിറ്റ് അവിടെ വെക്കി. 2 മിനിറ്റ് അവിടെ വെച്ചോ. ആ മസാല പിടിക്കട്ടെ. ഞാൻ വേഗം ഉപ്പുമാവ് ഉണ്ടാകട്ടെ. എണ്ണ എന്റെ തലയില് ഇതായിരിക്കണം. ഇവിടെ 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 ഇങ്ങോട്ട് അങ്ങോട്ട് വാ. ഇവിടെ ഇതെന്ത് എണ്ണ ഇവിടെ വെക്കണേ? അച്ചോ അത് ശരിക്ക് പിടിക്കൽ പൊട്ടും, താഴെ വീഴും. അമ്മ ഞാനേ കൈ പിടിച്ചോണ്ടിരുന്ന ആൾക്കണ വാവല്ല. മമ്മ ഇത് തെറിക്കും. അത് സിമ്മിലിട്. നീ വാവല്ലല്ലോ, ഒഴിച്ചോ. തെറിച്ചാലും കുഴപ്പമില്ല. ഇങ്ങോട്ട് തന്നെ, പതുക്കെ ഇട്ടാ. പതുക്കെ ഇട്ടില്ലെങ്കിൽ എണ്ണ തെറിക്കും. ഓരോന്ന് ഇട്ടിട്ട് അതില് അങ്ങനെ ഇടരുത്. അതിന്റെ ഉള്ളിൽ എന്തായാലും വെള്ളം ഉണ്ടാവും. അങ്ങനെ നീ ഇങ്ങനെ ഇടുമ്പോഴേക്കും ചാടി ഓടി പോകുമ്പോ എന്തായാലും വെള്ളം ഇങ്ങോട്ട് തെറിക്കിട്ടു. ഓ നിക്കണം, നീ ഇപ്പൊ അങ്ങോട്ട് കണ്ടിട്ടുണ്ടേ. ഇതാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റില്ല. അത് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പം കുഴപ്പമില്ല, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയെന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല, കാരണം അരിയാനും എനിക്ക് അറിയണ്ടെന്നില്ലൊക്കെ മമ്മിയാണ് ചെയ്തത്. സാരില്ല അല്ലേ, എന്നാലും ഞാൻ ഉണ്ടാക്കിയെന്നൊക്കെ വേണമെങ്കിൽ പറയാം, കാരണം മസാലയൊക്കെ കുഴച്ചിട്ട് അതിലിട്ടതല്ലേ. ചൂടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ ഇറ്റ്സ് മീ ഡാൻസ് വിത്ത് സൈനിങ് ഓഫ്. ഗുഡ് ബൈ ഉമ്മ.